ശബരിമല പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് NSSൻ്റെ പ്രസ്താവന കണ്ടു. ഇത് സ്വാഗതാർഹമാണ്, നല്ല കാര്യമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാൻ തോന്നുന്നത്, ഈ ശബരിമല സംഗമം ഭക്തജനങ്ങളുടെ കേന്ദ്രമാണ് ശബരിമല. അപ്പോൾ ആ നിലയ്ക്ക് അതിനെ ഭക്തജനങ്ങൾക്കൊരു ആശങ്ക ഉണ്ടാകുന്നതിൽ അതിശയമില്ല. കാരണം ശബരിമല ആചാരങ്ങളെ മനസ്സിലാക്കാതോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിച്ചോ, അന്ന് ശരിക്കും നമ്മൾ കണ്ടതാണ്. പിന്നെ ഫാത്തിമയും ബിന്ദു അമ്മിണിയൊക്കെ, റഹ്ന ഫാത്തിമയൊക്കെ ശബരിമലയിൽ പോകാനുള്ള സാഹചര്യം അറിഞ്ഞോ അറിയാതെയോ, അറിഞ്ഞു എന്ന് തന്നെ വേണേൽ പറയാം, അവിടെ ശബരിമല എത്തിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ നിലയ്ക്ക് നമുക്കൊക്കെ ആശങ്കയുണ്ട്. ഞങ്ങൾക്കൊരു രാഷ്ട്രീയം വെച്ചല്ല ഞങ്ങളൊന്നും പറയുന്നത്. അപ്പോൾ നിലയ്ക്ക് ഇപ്പോൾ ശബരിമല നടക്കുന്ന ഈ പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമം ഒരു സംശയം തോന്നൽ എന്താ, നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മം മലേറിയ പോലെ അപകടകരമാണെന്ന് പറഞ്ഞ ഉദയനിധി സ്റ്റാലിനെയും അദ്ദേഹത്തിൻ്റെ അച്ഛനെ MK സ്റ്റാലിനെ തമിഴ്നാട് മുഖ്യമന്ത്രിയൊക്കെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചതായിട്ടാണ് കേട്ടത്. അവർ വരുന്നില്ലയോ അല്ലെങ്കിൽ വേറെ മന്ത്രിയെ വിടുന്നതൊക്കെ പിന്നീട് വന്ന വിഷയം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം തോന്നുന്നതിൽ അതിശയമില്ലല്ലോ. അപ്പോൾ ശബരിമല ആചാരം എന്ന് പറഞ്ഞാൽ അവിടെ ജാതി മതമൊന്നും അല്ല പറയുന്നത്, ആർക്കും അവിടെ പോയി തൊഴാം. പക്ഷേ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കണം, കൃത്യമായി ചെയ്യണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ ആചാരം അതാണ്. അപ്പോൾ അതിനൊരിക്കലും മറ്റിതര സഹോദര പ്രസ്ഥാനങ്ങളായ ക്രൈസ്തവനെയും മുസൽമാനെയും തുല്യനീതി ഈ ഹൈന്ദവ സമൂഹത്തിനും കിട്ടേണ്ടതുണ്ട്. കാരണം ഇത് നമ്മൾ കണ്ടതാണ്. പല മന്ത്രിമാരും ശബരിമല തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ അവർക്ക് എന്തൊക്കെയോ, എനിക്ക് തോന്നുന്നു ഭക്തി ഉണ്ടാഞ്ഞിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല, രാഷ്ട്രീയ ചിന്ത കൊണ്ടാണോ അവർ തൊഴാൻ കൂട്ടാക്കാതെ ഇങ്ങനെ ഇതൊക്കെ നമ്മൾ കണ്ട കാഴ്ചകളാണ്. അപ്പം അതുകൊണ്ട് ശബരിമല എനിക്ക് തോന്നുന്നത് ഈ വിവരമുള്ള സമൂഹത്തിന് മനസ്സിലാവുന്നതാണ്. എന്തൊക്കെ കാണിച്ചാലും അവർക്ക് കാര്യം മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് പറയാൻ തോന്നുന്നത്, ശബരിമലയെ ഒരു വിവാദത്തിലേക്കോ അല്ലെങ്കിൽ മതങ്ങളുടെ സ്വാതന്ത്ര്യമാണല്ലോ, ഓരോ മതങ്ങളുടെ, ഹിന്ദുമത സംഗതി അവിടെ എല്ലാ മതങ്ങൾക്കും ചെല്ലാമെങ്കിലും ഹൈന്ദവ ക്ഷേത്രമാണ്. സ്വാഭാവികമായിട്ട് ഈ മറ്റു മതങ്ങളിലോട് ഇടപെടാത്തതുപോലെ തന്നെ ഹൈന്ദവ ക്ഷേത്ര ആരാധന സുഗമമായി നടത്താൻ വേണ്ട ശ്രദ്ധ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഈ കഴിഞ്ഞ കാല അനുഭവങ്ങളാണ് ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്. ഈ പമ്പാ സംഗമത്തിൽ നടക്കുന്നത് അയ്യപ്പനെ സുതാര്യമായി അവിടുത്തെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അത് കേവലം ഈ ഒരു ഇലക്ഷൻ കാലത്ത് നടക്കുന്ന പ്രക്രിയയായിട്ട് മാത്രം ആണോ എന്ന് സംശയിച്ചു പോകുന്നതിൽ അതിശയമില്ല. നമ്മുടെ വ്യക്തിപരമായിട്ടല്ല പറയുന്നത്, ജനസമൂഹത്തിൻ്റെ വിശ്വാസികളുടെ ഒരു അങ്കലാപ്പാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഏതായാലും സഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ബ്രാഹ്മണ വർഗമാണ്. സുതാര്യമായി കർമ്മങ്ങൾ നടക്കണം, അനുഷ്ഠാനങ്ങൾ നടക്കണം. അതിലൊന്നും ഞങ്ങൾക്കൊരു അതിനൊക്കെ തെറ്റ് ചെയ്താൽ അത് ബന്ധപ്പെടുന്നവർക്കൊക്കെ ദുരിതമായി തീരും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ശരിയായ ധാരണയില്ലാത്തതുകൊണ്ടാവാം ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഈ ശബരിമല ഒരു വിവാദ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന് തോന്നിപ്പോവാണ്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ പമ്പയിൽ നടക്കുന്ന ഈ സംഭവം അതൊരു സാമ്പത്തിക വിഷയങ്ങളാണോ, ഇനി അതല്ല ഇലക്ഷൻ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇലക്ഷൻ സ്റ്റാൻഡാണോ, ഇതൊക്കെയാണോ ഉദ്ദേശിക്കുന്നത്? സംശയം തോന്നിപ്പോകുന്നതിൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഞങ്ങളോടൊന്നും വിരോധം തോന്നണ്ട. ഞങ്ങളത് പറയാൻ കാര്യം, ക്ഷേത്ര ആരാധനകളും ആചാരങ്ങളും ഒക്കെ കൃത്യമായി നടക്കേണ്ടതുണ്ട്. അതൊരു അന്ധവിശ്വാസമല്ല, അത് സത്യമാണ്. അപ്പോൾ ശബരിമല സങ്കല്പം അത് സ്ത്രീകൾക്ക് പ്രവേശിക്കുന്നതൊന്നുമല്ല അവിടുത്തെ വിഷയം. അവിടുത്തെ വിഷയം അവിടുത്തെ ആചാരങ്ങൾ സംരക്ഷിച്ചേ പറ്റൂ. അതിന് വലിയ വലിയ തത്വങ്ങളാണ്. അതുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. നമുക്കൊരു ആശങ്കയുണ്ട് ഈ പമ്പയിൽ നടക്കുന്ന സംഗമത്തിൽ. അതെന്തായി തീരും? അത് അയ്യപ്പന്മാരുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളെ ഒന്നും അറിയിച്ചിട്ടില്ല, തന്ത്രിമാരെ ഒന്നും അറിയിച്ചിട്ടില്ല, അല്ല എന്നുവെച്ചാൽ മറ്റു തന്ത്രിമാരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിലാണ് പ്രവർത്തനങ്ങൾ പോകുന്നത്. അങ്ങനെ ഒരു തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകാതെ സുതാര്യമായി നടത്തിയാൽ, അതല്ലേ ബോധ്യപ്പെടുത്തിയാൽ, അങ്ങനെയാണ് അത് വേണ്ടതെന്നാണ് സഭയുടെ വ്യക്തമായ കാഴ്ചപ്പാടും അഭിപ്രായവും.